നമസ്കാരം. AC വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴയുടെ ടൂറിസം മേഖലയ്ക്ക് ത്രിവേണി ഓണം കരുത്തേകുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക. മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാവണം MLA ഓഫീസെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓണം അടുത്തതോടെ പച്ചക്കറി വിപണിയിൽ വില കുതിക്കുന്നു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയുടെ ടൂറിസം മേഖലയ്ക്ക് ത്രിവേണി ഓണം കരുത്തേകുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക. മൂവാറ്റുപുഴ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ച ത്രിവേണി ഓണം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. I would like to congratulate മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിനെ അഭിനന്ദിക്കുകയാണ്. ത്രിവേണി ഓണമിനെ ഒരു മുൻകൈ എടുത്തത് അത് വളരെ ഒരു ചുരുക്ക സമയത്തിലാണ്. ഇതിനിടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് തന്നെ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആ ഒരു ചെറിയ സമയത്തിൽ ഒത്തിരി അധികം കാര്യങ്ങളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഏതൊരു ഭരണവും ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഫെസ്റ്റിവൽസ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരണം, ഒരു സെലിബ്രേഷൻസ് ഉണ്ടാവണം. അത് എല്ലാ തലത്തിലുള്ള വ്യക്തികൾക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാവട്ടെ, മുതിർന്നവർക്കാവട്ടെ, പിന്നെ ജെൻസീസ്ക്കാവട്ടെ, എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവണം, ഒരു സെലിബ്രേഷൻ ഉണ്ടാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. ആ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഈ ഒരു ത്രിവേണി ഓണം ചെയർപേഴ്സൺ പിന്നെ എല്ലാ കൗൺസിൽ അംഗങ്ങളുടെ ഒരു നേതൃത്വത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും മുനിസിപ്പാലിറ്റിക്ക് നേരുകയാണ്. മൂവാറ്റുപുഴയുടെ ചരിത്ര നേട്ടങ്ങളിൽ ഒന്നായി ത്രിവേണി ഓണം മാറുമെന്നും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നഗരത്തിന്റെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ G. പ്രിയങ്ക കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ P. എൽദോസ്, വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസം ബീഗം, ജിനു മടേക്കൽ, CM ഷുക്കൂർ, ഷാഹിന മാഹിൻ, ജെയ്സൺ തോട്ടത്തിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം, മജീദ് മങ്ങാടൻ, മനോജ് G, RDO KE അബ്ബാസ്, KA നവാസ്, സോജൻ പിട്ടാപ്പള്ളി, PA ബഷീർ, T. ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3 പുഴകൾ ചേരുന്ന മൂവാറ്റുപുഴയുടെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ടൂറിസം സാധ്യതകളും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനുള്ള വേദിയായി ത്രിവേണി ഓണം മാറുമെന്നും സംഘാടകർ അറിയിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാവണം MLA ഓഫീസെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ പുതിയ MLA ഓഫീസ് മലയൻകീഴ് ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസന ആവശ്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായി കൂടി MLA ഓഫീസ് മാറണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ പുതിയ MLA ഓഫീസ് മലയൻകീഴ് ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയൊരു ചിത്രം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുക, പിന്നീട് കുറേ ചെയ്യാവുന്ന കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുക, 5 കൊല്ലത്തിൻ്റെ അവസാനം ജനങ്ങളുടെ കാര്യങ്ങൾ പറയുക, അനുദിനം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന പ്രാപ്തനായ ഒരു MLA നിങ്ങൾ. ഏറ്റവും നൂതനമായ സംവിധാനങ്ങളോടെ കോതമംഗലത്തെ MLA ഓഫീസ് സജ്ജമാക്കാൻ കഴിഞ്ഞത് ശ്രദ്ധേയമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ജനകീയ സംവിധാനമായി ഓഫീസ് പ്രവർത്തിക്കണം. വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനൊപ്പം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഓഫീസ് മുൻനിരയിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്ന ജനകീയ ഓഫീസായി MLA ഓഫീസിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. MLAയുടെ മുന്നിൽ തരുന്ന ഓരോ കടലാസുകളും, ഓഫീസിലെത്തുന്ന ഓരോ കടലാസുകളും അതിന് ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണമുള്ള ഒരു ഓഫീസായി നമുക്ക് ഇതിനെ മാറ്റണം. MLA ഫണ്ടിന്റെ ഫലപ്രദമായ വിനിയോഗം, ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഏകോപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഓഫീസിലൂടെ ഏകോപിപ്പിക്കും. ജനങ്ങൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനായി വെർച്വൽ ഓഫീസ് സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഇതിനായി തയ്യാറാക്കിയ MLA കണക്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും. ഓഫീസിലെത്താതെ തന്നെ വിവിധ ആവശ്യങ്ങളും പരാതികളും അറിയിക്കുവാനും സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുവാനും കഴിയുന്ന സംവിധാനമായിരിക്കും MLA കണക്ട് എന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു.
യോഗത്തിൽ ഷിബു തെക്കുംപുറം MLA അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ ബോബൻ ജേക്കബ് സ്വാഗതം പറഞ്ഞു. KPCC അംഗം AG ജോർജ്, UDF ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് AT പൗലോസ്, മുസ്ലിം ലീഗ് നേതാക്കളായ ഇബ്രാഹിം കവല, PK മൊയ്തു, PM സക്കറിയ, ജേക്കബ് ഗ്രൂപ്പ് നേതാക്കളായ EM മൈക്കിൾ, മാത്യു ജോസഫ്, മുൻ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP ബാബു, DCC സെക്രട്ടറിമാരായ MS എൽദോസ്, അബു മൊയ്തീൻ, RSP നേതാവ് AC രാജശേഖരൻ, നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സജു, വിവിധ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, UDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ACV ന്യൂസ്, കോതമംഗലം. ഓണമെടുത്തതോടെ പച്ചക്കറി വിപണിയിൽ വില കുതിക്കുന്നു. ആവശ്യകത വർദ്ധിച്ചതിനൊപ്പം നാടൻ പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞതും വിപണിയിൽ പ്രതിസന്ധിക്ക് കാരണമായി. ഓണം അടുത്തതോടെ പച്ചക്കറി വിപണിയിൽ വില കുതിക്കുന്നു. ആവശ്യകത വർദ്ധിച്ചതിനൊപ്പം നാടൻ പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞതും വിപണിയിൽ പ്രതിസന്ധിക്ക് കാരണമായി. പയർ, വെണ്ട, വഴുതന, പാവയ്ക്ക, ചേന, ചേമ്പ് തുടങ്ങിയ പച്ചക്കറികൾക്കാണ് വില വർദ്ധിച്ചത്. നാടൻ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണെങ്കിലും വിപണിയിലെത്തുന്ന അളവ് കുറഞ്ഞതോടെ പല ഇനങ്ങൾക്കും വില ഉയർന്നിട്ടുണ്ട്. ഓണവിപണിയെ മുന്നിൽ കണ്ട് പച്ചക്കറികൾക്ക് ആവശ്യകത വർദ്ധിച്ചതാണ് വില ഉയരാനുള്ള പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ചില ഇനം നാടൻ പച്ചക്കറികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ വില വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഓണക്കാലത്ത് പച്ചക്കറി വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ വിപണി വിലയെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. നാടൻ പച്ചക്കറികളുടെ ഉൽപാദനം കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവും വിപണിയിലെ ലഭ്യതയെ ബാധിച്ചതായും കർഷകർ പറയുന്നു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. ആലപ്പുഴ പഞ്ചായത്തിൽ ലോൺ മേള സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതൂർ മേള ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ആലപ്പുഴ പഞ്ചായത്തിൽ ലോൺ മേള നടത്തി. ബാങ്ക് പ്രസിഡന്റ് മാത്യൂസ് വർഗി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതൂർ മേള ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിൽ പല പ്രത്യേകതകളുണ്ട്. സിവിൽ സ്കോറുകൾക്ക് പല കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും ലോണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുനടന്നാൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ലോണിലെ ഇളവുകളുണ്ട്, വീട് കാര്യങ്ങൾക്ക് ഇളവുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ബാങ്കിങ് നേച്ചർ നന്നായിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ടോമി പാലമല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമന മോഹനൻ, ഭരണസമിതി അംഗങ്ങളായ പോൾ ലൂയിസ്, NP ജയൻ, സെക്രട്ടറി ഇമ്മാനുവൽ ആന്റണി, അഗ്രികൾച്ചറൽ ഓഫീസർ ഡോക്ടർ മെർലിൻ, പഞ്ചായത്ത് മെമ്പർ അനുമോൾ ജോബിഷ് എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഉള്ളാട മഹാസഭയുടെ 29ാമത് സംസ്ഥാന സമ്മേളനം 23-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഉള്ളാട മഹാസഭയുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 23-ാം തീയതി ഞായറാഴ്ച മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഞങ്ങൾ പട്ടികവർഗക്കാരായിട്ടുള്ള 37ഓളം വരുന്ന പട്ടികവർഗക്കാരിൽ ഉള്ളാട മഹാസഭ എന്ന് പറയുന്ന ഈ സമുദായം കേരളത്തിലെ ഏതാണ്ട് 14 ജില്ലയിലും അധിവസിച്ച് ഞങ്ങളുടെ പ്രയാണത്തിൽ കൂടി ഇതിൻ്റെ 29ാമത് സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴ നടക്കുകയാണ്. എന്തുകൊണ്ടും ഈ ചരിത്ര മുഹൂർത്തത്തിലോട്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. മൂവാറ്റുപുഴ വെള്ളൂർകുന്നത്ത് നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ പ്രകടനത്തോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത്. പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് PA മോഹനൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി PR രജി സ്വാഗതം ആശംസിക്കും. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോൺ മെറിറ്റ് അവാർഡുകളുടെ വിതരണവും കായിക പ്രതിഭകളെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബും ആദരിക്കും. സമ്മേളനത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾ സംസ്ഥാനത്ത് നേരിടുന്ന വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് സംബന്ധിച്ച് 14 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിവേദനം നൽകും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ PA മോഹനൻ, NR മോഹനൻ, ജോണി ജോസഫ്, MK രവി, CK കുഞ്ഞപ്പൻ എന്നിവർ പങ്കെടുത്തു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. CPIM നെല്ലിക്കുഴി നോർത്ത് ഇരുമലപ്പടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള, KM ഗോവിന്ദൻ, അസീസ് റാവുത്തർ, KV കൊച്ചുമുഹമ്മദ് തുടങ്ങിയവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു.
CPIM കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. CPIM നെല്ലിക്കുഴി നോർത്ത് ഇരുമലപ്പടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള, KM ഗോവിന്ദൻ, അസീസ് റാവുത്തർ, KP കൊച്ചു മുഹമ്മദ് തുടങ്ങിയവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPIM കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീചിത്ര ശ്രീനിവാസ്, റഷീദ സലീം, KG ചന്ദ്രബോസ്, KM പരീത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PH റിയാസ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം സജി ജോസും നന്ദിയും പറഞ്ഞു. ACV ന്യൂസ് കോതമംഗലം. ക്ഷേമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് KSSPA പായിപ്ര മണ്ഡലം വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പായിപ്ര മണ്ഡലം വാർഷിക പൊതുയോഗം കോൺഗ്രസ് ഹാളിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി ഉദ്ഘാടനം ചെയ്തു. ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഘടനയിലേക്ക് പുതിയതായി കടന്നുവന്ന അംഗങ്ങളെ എബ്രഹാം തൃക്കളത്തൂർ സ്വീകരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT പൈലി, OM തങ്കച്ചൻ, KM റെജീന, ഷബീബ് എവറസ്റ്റ്, MC തമ്പി, MA ബഷീർ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT പൈലി, OM തങ്കച്ചൻ, KM റെജീന, ഷബീബ് എവറസ്റ്റ്, MC തമ്പി, MA ബഷീർ, സലോമി മത്തായി, AM കുഞ്ഞു മുഹമ്മദ്, ബാബു EV, H സുലൈമാൻ, മേരി പൗലോസ് എന്നിവർ സംസാരിച്ചു. SS കുഞ്ഞു മുഹമ്മദ് സ്വാഗതവും ജോർജ് NA നന്ദിയും പറഞ്ഞു. KV തങ്കച്ചൻ കണക്കുകൾ അവതരിപ്പിച്ചു. ACV ന്യൂസ് മൂവാറ്റുപുഴ. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ IEDCയുടെ ആഭിമുഖ്യത്തിൽ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ഇന്നൊവേഷൻ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ മേഖലയെക്കുറിച്ചുള്ള സംവാദവും സംഘടിപ്പിച്ചു. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ IEDCയുടെ ആഭിമുഖ്യത്തിൽ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ഇന്നൊവേഷൻ ലാബിന്റെ ഉദ്ഘാടനവും വ്യവസായ മേഖലയെക്കുറിച്ചുള്ള സംവാദവും സംഘടിപ്പിച്ചു. AI യുഗത്തിൽ വിദ്യാർത്ഥികളിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഇന്നൊവേഷൻ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നിവ വളർത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. നെറ്റ്ലിങ്ക് ICT പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡയറക്ടറുമായ സീക്കോ തോമസ് ഇന്നൊവേഷൻ ലാബ് ഉദ്ഘാടനം ചെയ്തു. IEDC നോഡൽ ഓഫീസർ അമ്മു വിൻസെന്റ് സ്വാഗതം പറഞ്ഞു. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു CV അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡന്റ് ലീഡ് ശ്രീകർ വിസാറ്റിലെ IEDCയുടെ പ്രവർത്തനങ്ങളും വളർച്ചയും അവതരിപ്പിച്ചു. IEDC ടെക്നിക്കൽ ലീഡ് ആൻഡോ ജെറോം മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. വിസാറ്റ് ആർട്ട് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് ടോം, വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് CEO സുഹാസ് PS എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. IEDC സ്റ്റുഡന്റ് ലീഡ് അമ്പാടി സുരേഷ് നന്ദി രേഖപ്പെടുത്തി. ACV ന്യൂസ് മൂവാറ്റുപുഴ. വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് KSSPA നെല്ലിക്കുഴി മണ്ഡലം സമ്മേളനം അഭിപ്രായപ്പെട്ടു. പ്രത്യേക വയോജനക്ഷേമ വകുപ്പ് രൂപീകരിച്ച സർക്കാരിനെ യോഗത്തിൽ അഭിനന്ദിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെല്ലിക്കുഴി മണ്ഡലം സമ്മേളനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് PM അധ്യക്ഷത വഹിച്ചു. വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ആലീസ് കറിയ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മൈദീൻ, ജില്ലാ പ്രസിഡന്റ് CA അലികുഞ്ഞ്, കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് MV റെജി, ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫൗസിയ ഷിഹാസ്, സത്താർ വട്ടക്കുടി, സൽജ ജോസ്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിജി പോൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KL ഷാജു, AJ ജോൺ, KP അഷ്റഫ്, നിയോജക മണ്ഡലം രക്ഷാധികാരി PM മുഹമ്മദ് അലി, നിയോജക മണ്ഡലം പ്രസിഡന്റ് CBJ അടപ്പൂർ, വൈസ് പ്രസിഡന്റ് മാർട്ടിൻ കീഴേമാടൻ, ട്രഷറർ TS റഷീദ്, VK കാർത്തിയായനി, TC വിജയൻ നായർ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി PK പ്രസന്നകുമാർ, നസീമ AB, ട്രഷറർ AP മീരാൻകുട്ടി, മൈദീൻ TM എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ് കോതമംഗലം. മൂവാറ്റുപുഴ SNDP താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മൂവാറ്റുപുഴ യൂണിയനിലെ 33 ശാഖകളിലുള്ള 550-ൽ പരം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. മൂവാറ്റുപുഴ SNDP യോഗം യൂണിയന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ യൂണിയനിലെ 33 ശാഖകളിലുള്ള 550-ൽ പരം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. അരി, പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് നൽകിയത്. ആശ അനിൽ കാവുഞ്ചിറ, TV മോഹനൻ, MR നാരായണൻ, PR രാജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ACV ന്യൂസ് മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂവാറ്റുപുഴയുടെ ടൂറിസം മേഖലയ്ക്ക് ത്രിവേണി ഓണം കരുത്തേകുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക. മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാവണം MLA ഓഫീസെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓണം അടുത്തതോടെ പച്ചക്കറി വിപണിയിൽ വില കുതിക്കുന്നു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.